അടിച്ചോ? അടി കിട്ടിയോ? ഭായ് അടി കിട്ടിയോ? അടി കിട്ടിയോ? അടി അടിച്ചോ? കഴിഞ്ഞ ദിവസം രാത്രി വളാഞ്ചേരി ടൗണിലാണ് പരസ്യമായി ലഹരി ഉപയോഗിക്കുന്ന 2 ഇതര സംസ്ഥാന തൊഴിലാളികളായ യുവാക്കളെ നാട്ടുകാർ കണ്ടെത്തിയത്. ടോമോ എന്ന ലഹരി വസ്തുവാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ലഹരി ഉപയോഗിച്ച് അബോധാവസ്ഥയിലായ ഇരുവരെയും നാട്ടുകാർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. തുടർന്ന് ഇരുവരെയും പോലീസിനെ ഏൽപ്പിക്കാമെന്ന് കരുതി പോലീസിനെ വിവരമറിയിച്ചെങ്കിലും പോലീസ് തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആക്ഷേപമുണ്ട്. വളാഞ്ചേരിയിലും പരിസര പ്രദേശത്തും അതുപോലെ മലപ്പുറം ജില്ലയിൽ വ്യാപകമായും ഇതര സംസ്ഥാനക്കാർക്കിടയിൽ മാരക മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി വിവരമുണ്ട്. എന്നിട്ടും ഇക്കാര്യത്തിൽ ശക്തമായ ഒരു പരിശോധന നടത്താൻ പോലീസോ എക്സൈസോ തയ്യാറാകുന്നില്ല. പെരുമ്പാവൂരിലെ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണ് മലപ്പുറത്തേക്ക് ലഹരി എത്തുന്നതെന്നാണ് വിവരം. എന്നാൽ മലപ്പുറം ജില്ലയിൽ ശക്തമായ ഒരു പരിശോധന നടത്താൻ പോലീസും എക്സൈസും തയ്യാറായിട്ടില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന നടത്തിയാൽ വൻതോതിൽ മയക്കുമരുന്ന് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ടോമോ പോലുള്ള മയക്കുമരുന്നുകൾ സിറിഞ്ച് ഉപയോഗിച്ചാണ് കുത്തിവെക്കുന്നത്. ഒന്നിലധികം പേർ ഒരേ സിറിഞ്ച് ഉപയോഗിക്കുന്നത് എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ പകരാനും കാരണമാകും. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.